ഹലോ ഓൾ വെൽക്കം ബാക്ക്. ഹിയർ ഇസ് യുവർ എക്സാം ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എൻ്റെ സെം എക്സാമിൻ്റെ എക്സാമുള്ള 2 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണിത്. അപ്പോൾ ഫസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ മലയാളമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ മലയാളം പോർഷൻസൊക്കെ കുറച്ച് പാടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ തന്നെ ഇരുന്ന് അതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചിട്ടുണ്ട്. പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെസ് ഹാളിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫസ്റ്റ് എക്സാം ഡേ ആയതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് ബാഗൊക്കെ എടുത്തിട്ട് വേണം കോളേജിൽ പോകാൻ. അതുകൊണ്ട് തന്നെ നല്ല വേഗത്തിലാണ് പോയിട്ട് വന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ അമ്പലം ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? കോട്ടയത്തുള്ളൊരു ഫേമസ് അമ്പലമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കോളേജിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ പോയി. അങ്ങനെ ബസ്സൊക്കെ കിട്ടി നേരെ കോളേജിലോട്ട് ചെന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ബസ് കിട്ടി. പിന്നെ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിൽ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഹോസ്റ്റലിലോട്ട് കയറി. ഇത് നമ്മുടെ രണ്ടാമത്തെ എക്സാം ഡേ ആണ്. അന്ന് രാവിലെ എണീച്ചു. അപ്പോൾ അന്നത്തെ എക്സാം എന്ന് പറഞ്ഞാൽ സൈക്കോളജി ആയിരുന്നു. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റാണ്. പക്ഷേ ഞാൻ BSc ആയിട്ട് സൈക്കോളജിയാണ് എടുത്തത്. രാവിലെ എണീച്ച് ബെഡൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ ജനലൊക്കെ തുറന്ന് കുറച്ച് നേരം വെളിയിലോട്ടൊക്കെ നോക്കിയിരുന്നു. പിന്നെ ബ്രഷൊക്കെ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. നമുക്ക് സൈക്കോളജിയുടെ നോട്ട് ഫോണിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാനൊന്ന് നോട്ടൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ഇന്ന് പഠിച്ചത്. നമുക്ക് അത്യാവശ്യം തന്നെ പഠിക്കാനുണ്ടായിരുന്നു. എക്സാമിൻ്റെ സമയത്താണ് ഞാൻ സൈക്കോളജിക്ക് ഒന്ന് തുറന്നിട്ടെങ്കിലുള്ളത്. അങ്ങനെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മെസ് ഹാളിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലഞ്ചൊക്കെ എടുത്തു. പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ കോളേജിലോട്ട് പോകാൻ റെഡിയാവാണ്. പിന്നെ നമ്മൾ കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ ബസ്സൊക്കെ കിട്ടി. അങ്ങനെ കോളേജിൽ ചെന്നു. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഇൻറ്റേൺഷിപ്പിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് കോളേജ് ക്യാൻറ്റീനിൽ പോയി കുറച്ച് നേരം ഇരുന്നു. തുടങ്ങാൻ ആരും ഇല്ലായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ കോളേജിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ട്. പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാണ്. അപ്പോൾ ഇനി അടുത്ത എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നാട്ടിലോട്ട് പോകാനാണ് പ്ലാൻ. അങ്ങനെ ബസ്സൊക്കെ കയറാൻ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞാൻ എൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ പഠിക്കുന്നത് കോട്ടയവും എൻ്റെ നാടെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയാണ്. അങ്ങനെ വീക്കിലി ഞാൻ വരാറുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. നമുക്കിനി വരുന്ന വീഡിയോസിലൊക്കെ കുറച്ചുകൂടെ നന്നാക്കാൻ ശ്രമിക്കാം. സോ താങ്ക് യു ഗൈസ്.